അസഹിഷ്ണുത തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അസഹിഷ്ണുത മാധ്യമങ്ങളോട് എതിർപക്ഷത്ത് നിൽക്കുന്നവരോട് മാത്രമല്ല, മുന്നണിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട സ്വരത്തോടും ആ രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നിടത്താണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ തിരുത്തുന്നു, ജനങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പരിശോധിക്കും എന്ന് പറയുന്നിടത്ത് എവിടെയാണ് പരിശോധന എന്നുള്ള സംശയം അവിടെ നിൽക്കുകയാണ്. വളരെ പ്രാഥമികമായി തന്നെ തിരുത്തേണ്ട കാര്യങ്ങളിൽ തിരുത്തുന്നില്ല എന്നതിലപ്പുറം അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് നേതാക്കൾ ഘോരഘോരം പ്രതികരിക്കുന്നിടത്താണ് ഇവരെന്താണ് തിരുത്താൻ പോകുന്നത് എന്ന സംശയം ഉയരുന്നത്. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ കേന്ദ്ര കമ്മിറ്റി എന്തൊക്കെയാണ് വിലയിരുത്തൽ നടത്തിയത് എന്നുള്ളത് ഒരു വാർത്താക്കുറിപ്പായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള നേതാക്കളുടെ ധാർഷ്ട്യം എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം, അതോടൊപ്പം അഴിമതിയും ഒരു പ്രധാനപ്പെട്ട ഘടകമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഴിമതി എന്ന് പറയുമ്പോൾ ഏതൊക്കെ തലത്തിൽ ആ അഴിമതി ഉയർന്നിട്ടുണ്ട്, ഏതൊക്കെ രൂപത്തിൽ നമ്മളത് ചർച്ച ചെയ്തിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ എന്ത് തിരുത്തലാണ് നടത്തിയിട്ടുള്ളത്? ഇന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതായത് യോഗത്തിന് ശേഷം, സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ച ചെയ്തത്. അതല്ലാതെ സംസ്ഥാന ഘടകം പറഞ്ഞ കാര്യങ്ങൾ തള്ളുകയോ സംസ്ഥാന ഘടകത്തെ പൂർണ്ണമായി നിരാകരിക്കുകയല്ല കേന്ദ്ര കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ സംസ്ഥാന ഘടകം തന്നെ ഈ വിലയിരുത്തലിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കലായി കൂടി അതിനെ കാണേണ്ടി വരും. അദ്ദേഹം പലപ്പോഴും പറഞ്ഞല്ലോ അങ്ങനെ നന്നായി തോറ്റു, അത് പരിശോധിക്കുമെന്ന് തന്നെ. പക്ഷെ അപ്പോഴും അതിലെ ആഴത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് പൂർണ്ണമായും നിരാകരിക്കുന്ന, ഇത് ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾക്കുള്ളിൽ പരിഹരിക്കേണ്ട കാര്യം, നിങ്ങൾ അറിയേണ്ടതില്ല എന്ന രൂപത്തിൽ എങ്ങനെയാണ് അതിനെ കാണുക? ഈ ശൈലി മാറ്റം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടുള്ളത് പരസ്യമായി അരഗൻ്റായി പെരുമാറുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയാണ്. അപ്പോൾ ആ ശൈലിയിൽ മാറ്റമുണ്ടാകുമോ എന്ന് തന്നെയാണ് പ്രാഥമികമായിരുന്ന ചോദ്യം. ആ ശൈലിയിൽ മാറ്റമുണ്ടാകില്ല എന്ന മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അത് തെളിയിച്ചു കഴിഞ്ഞു. രക്ഷാപ്രവർത്തനം എന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതും, ഞാൻ കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കാലം ഇത്ര മുന്നോട്ട് പോയിട്ടും ആ കാര്യങ്ങളിൽ തുറന്നു കാണാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിനുണ്ടായില്ല, അല്ലെങ്കിൽ ആ ഒരു നോട്ടത്തിലേക്ക് അദ്ദേഹം പോയില്ല എന്നുള്ളതാണ്. ഞാൻ കാണുക എന്ന് വെച്ചാൽ കൺമുന്നിൽ കാണുക, അതിൽ ഒരു പരിശോധന, പിന്നീട് വന്നത് എന്താണ്, പിന്നീട് വന്ന ദൃശ്യങ്ങൾ എന്താണ്. അപ്പോഴും ആ കാലത്തും അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ ഒരു ചാനൽ മാത്രമേ കാണുന്നുള്ളൂ എന്ന്. അപ്പോൾ മറ്റു ചാനലുകളിൽ വന്ന വാർത്തകളും ദൃശ്യങ്ങളും അദ്ദേഹം കണ്ടില്ല. പിന്നീട് ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് പൂച്ചട്ടി എടുത്ത് തലക്കടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും ആ ദൃശ്യങ്ങളില്ല, അവരെ രക്ഷിക്കുകയാണ്, മാറ്റി നിർത്തുകയാണ്, അവരെ ജീവൻ രക്ഷിക്കുകയാണ് എന്ന വാദം ഇത്രയും മാസങ്ങൾക്കിപ്പുറവും അദ്ദേഹം ആവർത്തിക്കുന്നു എങ്കിൽ എന്ത് തിരുത്തലാണ് സാധ്യമാകുക എന്ന ചോദ്യം അവിടെ വരികയാണ്. ബിനോയ് വിശ്വം ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ SFIയുമായി ബന്ധപ്പെട്ടാണ്. SFIയുടെ ആദ്യ ദിവസത്തെ ഈ സംഘർഷങ്ങൾക്കൊക്കെ ശേഷം നടത്തിയ പ്രതികരണം അല്പം പ്രതിരോധത്തിലാകുന്ന പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ആർഷയുടെ പ്രതികരണമാണല്ലോ വന്നത്. നമ്മുടെ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം തിരുത്തലുണ്ടാകുമെന്നുള്ള രൂപത്തിലാണ് പ്രതികരിച്ചത്. നോക്കൂ, മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണത്തിന് ശേഷം ഇവരുടെ എല്ലാ ശൈലിയും മാറി പൂർവാധികം ശക്തിയോടെ അതേ രൂപത്തിൽ തന്നെ പ്രതികരിക്കുന്നു. പ്രിൻസിപ്പളിനാണ് വീഴ്ച എന്നുള്ളത്. അതിൽ എന്ത് തിരുത്താണ് വരുത്തുന്നത്? പ്രിൻസിപ്പളിനെ അടിച്ച പാർട്ടി SFIയുടെ നേതാക്കൾക്കെതിരെ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള ചോദ്യമില്ല. പകരം ഇങ്ങോട്ടുള്ള ചോദ്യങ്ങളാണ്, വിദ്യാർത്ഥി അടിച്ചിട്ടുണ്ട്, ചെവി പൊട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിന്മേലുള്ള തെളിവുകളും ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്, മാധ്യമങ്ങൾ അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. അധ്യാപകൻ അടിച്ചാലും തിരിച്ച് അധ്യാപകനെ അടിക്കാമോ എന്ന ചോദ്യത്തിന് ആ രൂപത്തിൽ മറുപടി നൽകാൻ അവർക്ക് പറ്റുന്നില്ല. AK ബാലൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല ഘട്ടങ്ങളിലും സർക്കാർ പ്രതിരോധത്തിലാവുന്ന വിഷയത്തിലൊക്കെ വന്ന് പ്രതികരണങ്ങൾ നടത്തി. ആ പ്രതികരണങ്ങൾ തന്നെ ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഘടകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നിയിട്ട് പലപ്പോഴും മോശമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ. വല്ലാത്ത രീതിയിൽ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതികരണം, മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരോ ഏൽപ്പിച്ച പോലെ വല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളൊക്കെ പരിഹാസ്യമാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു. ഇപ്പോൾ AK ബാലൻ തന്നെയാണ് SFIയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ പറയുന്നത് പ്രതിപക്ഷത്തെ ഏതെങ്കിലും പാർട്ടിയോടല്ല, മാധ്യമങ്ങളോടല്ല, CPIയോടാണ്, ബിനോയ് വിശ്വത്തോടാണ് എന്നുള്ളതാണ്. വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല, പേപ്പട്ടിയായി തല്ലിക്കൊല്ലാൻ സമ്മതിക്കില്ല. ഇവിടെ SFIയെ ഇല്ലാതാക്കണം എന്നിവിടെ ആരാണ് ആഗ്രഹിക്കുന്നത്? SFI എന്ന വിദ്യാർത്ഥി സംഘടന പ്രധാനപ്പെട്ട സമരങ്ങൾ ഏറ്റെടുക്കുകയും സമരങ്ങൾ വിജയിക്കുകയും ചെയ്ത ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 8 വർഷങ്ങൾ, ഈ 8 വർഷത്തിൽ SFI എന്ന സംഘടനയ്ക്ക് എന്താണ് സംഭവിച്ചത്? സർക്കാരിന് സംഭവിക്കുന്നത് പോലെ CPMന് സംബന്ധിക്കുന്നില്ല, മാതൃസംഘടനയ്ക്ക് സംഭവിക്കുന്നത് പോലെ A വിജയരാഘവൻ്റെ ഭാഷയിൽ പൂതലിച്ച അവസ്ഥ SFIക്കും വന്നിട്ടുണ്ടാകണം. കാരണം സമരങ്ങളില്ല, അധികാരം വേണം, ഞങ്ങൾ
മാത്രം മതി എന്ന തോന്നൽ. അപ്പോൾ അധികാരത്തിലേക്ക് മറ്റാരെങ്കിലും കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ അവരെ തടയുക, ഞങ്ങളുടെ സ്ഥലമാണിതെന്ന് പറയുക, അങ്ങനെ എല്ലാ കലാലയങ്ങളിൽ നിന്നും ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. അപ്പുറത്ത് KSUവിനെ സംബന്ധിച്ചും പരാതികളില്ല എന്നല്ല, KSUവിനെ സംബന്ധിച്ചുമുണ്ട്. ഇപ്പോൾ SFIയിൽ 35 പേർ രക്തസാക്ഷികളായിട്ടുണ്ടെന്നൊരു കണക്ക് മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ, സത്യമാണ്. അതിൽ ഇപ്പോൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദനും പറയുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ SFIയുടെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ, ആ സമയത്ത് KSUവും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ, വലത് സംഘടനകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അത് ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അപ്പോഴും SFI ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാകുന്നില്ല. ചരിത്രം പറയാം, ചരിത്രത്തിലെ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ തെറ്റിനെ തെറ്റെന്ന് പറയാനും അത് തിരുത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കുട്ടികൾക്ക് ചില കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്, അത് അവരെ തിരുത്തിക്കും എന്നുള്ളതാണ്. അതൊരു ചെറിയ കുറ്റമായിട്ടാണ് കാണുന്നത്. ഒരു അധ്യാപകനെ മർദ്ദിച്ചത് ശരിയല്ല എന്ന് ഉറച്ചു പറയാൻ ഒരു നേതാക്കൾക്കും സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ സംഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്ന് CPIയോട് പറയേണ്ടി വരുന്ന അവസ്ഥ എന്താണ്? അപ്പോൾ എവിടെയാണ് തിരുത്തുന്നത്? കേന്ദ്ര കമ്മിറ്റി പറയുന്നു, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ വിലയിരുത്തലുണ്ടാകുന്നു, താഴെത്തട്ടിലെ എല്ലാ ഘടകങ്ങളിലും വരുന്ന ചർച്ചകൾ, മുഖ്യമന്ത്രിക്കെതിരെ വന്ന വിമർശനങ്ങൾ, അതുകൂടാതെ പാർട്ടി ഏത് രൂപത്തിൽ മാറിപ്പോയി എന്നുള്ള ചർച്ചകൾ, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ അവസാനം ഉണ്ടാകുന്നത്? സംസ്ഥാന കമ്മിറ്റി ഇനി ചേരാൻ പോവുകയാണ്, 21, 22 തീയതികളിലേക്ക് ചേരാൻ പോകുന്നു. അപ്പോൾ അവിടെ ഒരു മാർഗ്ഗരേഖ വരുന്നു എന്ന് പറയുന്നു. SFIയെ സംബന്ധിച്ച് ഒരു മാർഗ്ഗരേഖ വരികയാണെന്ന് കേൾക്കുന്നു. അപ്പോൾ മാർഗ്ഗരേഖ വേണ്ടതുണ്ട് എന്നതിലേക്ക് എത്തുകയാണ്. പക്ഷേ അത് ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, പുറത്തേക്ക് അറിയേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ജനങ്ങളോട് ബോധ്യപ്പെടുന്നത്? ജനങ്ങളോട് പറയുകയാണല്ലോ ആത്യന്തികമായി, ജനങ്ങളാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്, നിങ്ങളെ ഇനിയും തിരഞ്ഞെടുക്കണമെങ്കിൽ ജനങ്ങളോട് അത് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ജനമാണ് വലുത്, പാർട്ടി എന്ന് വെച്ചാൽ ജനമാണ് എന്ന് തോമസ് ഐസക് പറയുന്നു. അവിടേക്ക് ഒരു ചെവി വെക്കേണ്ടതുണ്ട്, അവർ പറയുന്നത് കേൾക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെവി കാതോർത്തുകൊണ്ടൊരു നിൽപ്പുണ്ടോ നിങ്ങൾക്ക്? അതോ നിങ്ങൾക്കകത്ത് പറഞ്ഞ് നിങ്ങൾക്കകത്ത് പരിഹരിച്ചാൽ മതി, ഒന്നും കേൾക്കാൻ തയ്യാറില്ല എന്ന സമീപനമാണോ? ആ സമീപനമാണ് ഏതായാലും നമ്മളെ സംബന്ധിച്ചിപ്പോൾ കാണുന്നത്. മാധ്യമങ്ങൾക്ക് പൊതുവെ ഇടതുപക്ഷ വിരോധം എന്ന് പറയുന്നു. ഇടതുപക്ഷ വിരോധമല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുക്കുന്ന ചില നിലപാടുകളെ വിമർശിക്കുകയാണ്. അത് നിങ്ങൾ വരുത്തേണ്ട തിരുത്തലുകൾ നിങ്ങളോട് ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അതിലേക്ക് ഉടനെ കടക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളെ ജാഗ്രതപ്പെടുത്തുക മാത്രമാണ്. അതാണ് മാധ്യമധർമ്മവും. അല്ലാതെ ഒരു പാർട്ടിയെയും ഒരു സംഘടനയും ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം ഏതായാലും ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. SFIയുടെ സമരങ്ങളൊക്കെ ആ രൂപത്തിൽ തന്നെ ഇവിടെ എല്ലാ മാധ്യമങ്ങളും ആ രൂപത്തിൽ തന്നെ കൊണ്ടാടിയിട്ടുണ്ട്. സമരങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ചരിത്രമുണ്ട്, തിരിച്ചുള്ള ചരിത്രവുമുണ്ട്. അപ്പോൾ KSUമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴാണോ ഉന്നയിക്കേണ്ടത്? അപ്പോൾ ധീരജ് മരിച്ചില്ലേ, അങ്ങനെ ഓരോരുത്തരുടെ മരണത്തിൻ്റെ കണക്കുകളൊക്കെ പറയാനുണ്ടാകും. ആ കണക്ക് വെച്ച് സ്കോർ ചെയ്യുകയല്ല, ഈ പരാജയത്തിൻ്റെ കാര്യങ്ങളിലേക്ക് തുറന്ന സമീപനത്തിലൂടെ ഒരു തിരുത്തൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളും ജനങ്ങളും പാർട്ടിക്കകത്തു നിന്ന് തന്നെയും മുന്നണിയിൽ നിന്ന് വരുന്ന എതിർ ശബ്ദങ്ങളും കേൾക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.